വെൽക്കം ടു മൈ ചാനൽ താടിയും പൊട്ടും ടോക്സ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്താണെന്ന് വെച്ചാൽ, പരിക്കേറ്റ് റോഡിൽ ചോര വാർന്നു കിടന്ന 2 ആളുകളെ അല്പം ദയയും നന്മയും തോന്നി ആസ്പത്രിയിൽ എത്തിച്ചു എന്നതിന് പകരമായി റീന മത്തായി എന്ന് പറയുന്ന മൂവാറ്റുപുഴ സ്വദേശിക്ക് ലഭിച്ചത് ജയിൽവാസം. 35 ദിവസത്തെ ജയിൽവാസം. 9 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് അവർക്ക് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടി വന്നത് ഈ സമൂഹത്തിൽ. പക്ഷെ അപ്പോഴേക്കും ഈ സമൂഹമെല്ലാം അവർക്കെതിരെ തിരിഞ്ഞിരുന്നു. അവർ ഒരു കുറ്റക്കാരിയായി വിധിക്കപ്പെട്ട് മാറ്റി നിർത്തിപ്പെട്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു നന്മ പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിലാണ് ഇക്കാര്യം സംഭവിച്ചത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റീനയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. ഞാനും കൂട്ടുകാരും കൊച്ചും അമ്മയും കൂടെ ഞങ്ങൾ തൃശ്ശൂർ ടൗണിലേക്ക് പോവുക. അന്നേരം 2 പിള്ളേർ ആക്സിഡൻറ്റിൽ പറ്റി കിടക്കുക ചെയ്തേ. അപ്പം ഞാൻ എൻ്റെ വണ്ടി കയറ്റി തൃശ്ശൂർ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുകയും അത് കഴിഞ്ഞ് ഞാൻ ട്രാഫിക് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ പരാതി കഴിഞ്ഞ് ഞാൻ വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ആരാണ്ട കൊന്നിട്ട് വന്നിട്ട് വണ്ടി കഴുകുകയെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞ് പോലീസ് വന്നു. പോലീസിൽ ഒന്ന് നിഷ എന്ന് പറഞ്ഞ മാഡമുണ്ട്, ഒന്ന് അജു. ഇവർ 2 പേരെ എനിക്ക് അറിയാവുള്ളൂ. ഇവർ വന്നിട്ട് നിഷ എന്നെ വന്ന് അടിച്ചു. ആദ്യം ഒരു അടി വന്നു, രണ്ടാമത്തെ അടിക്ക് ഞാൻ കൈ തടുത്തു, കാര്യം അറിയാൻ അടിക്കരുതെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് അജു എൻ്റെ കൈ 2 പുറയിട്ട് പിടിച്ചു. മാഡം തല്ലിക്കോളാൻ പറഞ്ഞു. തല്ലിക്കോളാൻ പറഞ്ഞപ്പോൾ എൻ്റെ മേത്ത് തുടരുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ നീ വണ്ടി കയറിയെന്ന് പറഞ്ഞ് എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോവുകയും എൻ്റെ കാറ് കൊണ്ടുപോവുകയും ചെയ്തു. കാറ് കൊണ്ടുവന്ന് ഒരു ദിവസം എന്നെ അവിടെ സ്റ്റേഷനിൽ ഇരുത്തുകയും ചെയ്തു തരും. അത് കഴിഞ്ഞ് എന്നെ തല്ലിയന ഇതായിട്ട് ഞാൻ ഇവരുടെ പേർക്ക് പരാതി കൊടുത്തു. DGPക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പരാതി വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് സസ്പെൻഷൻ ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് CO ഓഫീസർ സാർ പറഞ്ഞു, റീന നമുക്ക് ഒരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കാം, ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് കാരണം നീ ഒരു പരാതി പിൻവലിച്ചു പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ വന്നപ്പോഴാണ് അവർ സ്റ്റേഷൻ്റെ അവിടെ കയറി ഷായ് സാറുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അജു അവിടെ നിൽക്കണം കണ്ടു. ഞാൻ ആ വണ്ടി എടുത്തുകൊണ്ട് പോന്നു കഴിഞ്ഞപ്പോഴാണ് അജു ഒന്ന് ബോണറ്റേക്ക് തട്ടിയിട്ട് പറഞ്ഞു, എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് എന്നെ അവിടെ സ്റ്റേഷനിൽ അവിടെ ഇരുത്തി. വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് അജു വേറെ ഒരു പോലീസുകാരനോടും കൂടി എന്നെ വണ്ടി കയറ്റിയിരുത്തി. വണ്ടി കയറ്റി ഗ്ലാസ് കയറ്റിയിട്ടിട്ട് മുളക് സ്പ്രേ അടിച്ചു എന്നെ അടിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഞാൻ ഡോർ അങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അജു പിടിച്ച് കടിച്ചേക്കണ ഭാഗമാണത്. ഞാൻ ഡോർ അടയ്ക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ പുറം ചാടി. അന്ന് കേസ് പോലീസുകാരനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളായിരുന്നു. എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു? 35 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. നാട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റവാളി രീതിയിലാണ് എല്ലാവരും കാണുന്നത്. ഇപ്പോഴും അതെ, നീ പോലീസുകാരനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചാലേ എന്നൊക്കെ പറയണ്ട്. എന്നാലും ഞാൻ തെറ്റിയായിട്ടുള്ളതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മുമ്പ് അങ്ങനെ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഞാൻ പെരുമള്ളിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ജീവൻ രക്ഷപ്പെടുവാൻ പെട്ടോട്ടെ എന്ന് ഓർത്താണ് നമ്മൾ കൊണ്ടുപോകണത്. പക്ഷേ ഇതിൽ എനിക്ക് 35 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഏറ്റവും കൂടെ സന്തോഷിക്കുന്നത് ഞാൻ അതിൽ. ഇപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരിങ്ങനെ പറയും, ശരിക്കും എല്ലാവരും ഞാൻ ജയിലിൽ പോകുന്നു. എന്നാലും എനിക്ക് മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടായിരുന്നു, പോവില്ലാതെ. എത്ര കുറ്റവാളിയായി പറഞ്ഞാലും എല്ലാവരും കണ്ണിൽ നമ്മളൊരു കുറ്റവാളിയായി പോയില്ലേ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. എൻ്റെ വിധിയായിരുന്നു 35 ദിവസം കിടക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റീന ചേച്ചിയുടെ കഥ കേട്ടില്ലേ? ഇതിനു മുന്നും റീന ചേച്ചി ഓട്ടോറിക്ഷ ഓടിച്ച് ഇരുന്ന സമയത്തും ഒരുപാട് പേരെ റോഡിൽ ആക്സിഡൻ്റ് ആയവരൊക്കെ ഒരുപാട് പേരെ ആസ്പത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ റോഡിൽ പരിക്കേറ്റ് പറ്റ 2 പേരെ തൻ്റെ കാറിൽ റീന ചേച്ചി അതുപോലെ തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു നന്മയാണ് ഇത് ചെയ്തത്, ആസ്പത്രിയിൽ എത്തിക്കുന്നത്. അതിൻ്റെ പേരിൽ അവർക്ക് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ കേട്ടില്ലേ? വളരെ മോശമായ ഒരു കാര്യമാണ്. 35 ദിവസം ആ ഒരു കാര്യം നന്മ ചെയ്തതിൻ്റെ പേരിൽ 2 പേരുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ 35 ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. അതും കഴിഞ്ഞ് അവരുടെ പേര് കള്ളക്കേസൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. പോലീസുകാരനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ് ഉണ്ടാക്കി. അത്തരത്തിൽ കേസ് പോവുകയും 9 വർഷത്തെ നീണ്ട ആ ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ അവർ താൻ കുറ്റവിമുക്തിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ ജനങ്ങളെ ബോധിപ്പിക്കാൻ അവർക്ക് വേണ്ടി വന്നു. ഈ 9 വർഷം അവരുടെ അനുഭവിച്ച ആ ഒരു വിഷമം
മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റുകാരിയായി തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കണേണ്ട ആ ഒരു വിഷമം അത് അനുഭവിച്ചിരിക്കും. അത് ശരിക്കും അറിയാം ഗൈസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നാളെ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറകളോ എല്ലാം റോഡിലൊരു ആക്സിഡന്റ് ആയി കിടന്ന ആളുകളെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനോ ഫസ്റ്റ് എയ്ഡ് ചെയ്യാനോ ഒന്നും നിൽക്കുക പോലുമില്ല. കാരണം അവരവിടെ കിടന്ന് മരിച്ചോട്ടെ, നമ്മൾ ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസാവും, കൂട്ടാവും, ഇതുപോലെ ജയിലിലേക്ക് എടുക്കേണ്ടി വരും, വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള ഭയമുള്ളത് കൊണ്ട് ആരെങ്കിലും ഇതിന് മെനക്കെടൂ ഇല്ല. ഒരിക്കൽ ഒരു നിയമം വന്നിരുന്നതാണ്, ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസും ആക്സിഡന്റ് ആയി കിടക്കുന്നവരെ കൊണ്ട് ആസ്പത്രിയിൽ എത്തിക്കുന്നവരുടെ അടുത്ത് അനാവശ്യമായ രീതിയിൽ ഉണ്ടാവില്ല എന്നും അതുകൊണ്ട് ജീവൻ രക്ഷിക്കാതെ ആരും പോകരുത്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വീണ്ടും അത് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ്. എന്തിനാണ് നമ്മുടെ ജീവിതം കളഞ്ഞ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കണേ എന്നുള്ളൊരു ചിന്ത എല്ലാവരും ഉണർത്തുമില്ലേ? ഇത്രയും ഒരു നന്മ ചെയ്ത അവർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മൾ അത് ചെയ്യാനായിട്ട് മെനക്കെടും ഇല്ല. അപ്പോൾ ഈ പോലീസുകാരുടെ സൈഡിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയത് ഈ ഒരു റീന ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് എന്താണ് വളരെ മോശം അനുഭവമാണ്, മോശം ഒരു എന്താ പറയുക മോട്ടിവേഷൻ കൊടുക്കണ പോലെയായത്. ഒരിക്കലും ഇതൊന്നും പാടില്ല. എന്ത് പറ്റിയാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം, നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. അത് എന്ത് പറ്റി അവർക്ക് അതെന്നൊക്കെ അവർ ത്രൂ നിങ്ങൾക്ക് പിന്നീട് അന്വേഷിച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അല്ലാതെ അവിടെ എത്തിച്ച ആളെ നേരെ കുറ്റം ചുമത്താനും അവരെ ജയിലിലിടാനും പിന്നീട് അവരെ ഉപദ്രവിക്കുന്നതിനെതിരെ എന്തിനാണ് ആവശ്യമായി തന്നെ ഉപദ്രവിക്കണമെന്ന് ആരായാലും ചോദിക്കില്ലേ? അവരൊരു നല്ല കാര്യമല്ലേ ചെയ്ത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമായി വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്നും അവരെ മുളക് പൊടി സ്പ്രേ ചെയ്ത് വണ്ടിയുടെ ഉള്ളിൽ അടച്ചിടാൻ നോക്കി അവരതിനോട് രക്ഷപ്പെടുകയും വൈരാഗ്യം വെച്ചിട്ട് അവരുടെ മേൽ വേറെ കേസ് ചുമത്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെന്നാ പറയാ അല്ലേ? നമ്മുടെ ഒരു നിയമങ്ങളുടെ നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഗൈസ്. അപ്പോൾ ഇത്തരത്തിൽ അവര് അന്ന് ഒരുപാട് പേരുടെ മുമ്പിൽ കുറ്റക്കാരിയായിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവും. എത്ര പേരുടെ മുമ്പിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് അവരെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ. പക്ഷെ അവർക്ക് കോടതിക്ക് എന്നും ആവശ്യം തെളിവുകളാണ്. ഈ പറയുന്ന തെളിവുകളും ഈ നിയമങ്ങളും പോരാട്ടങ്ങളും എടുക്കാൻ ഒരുപാട് സമയം എടുക്കും. ഈ പറയുന്ന പോലെ കാലം ഒരിക്കൽ സത്യം തെളിയിക്കും. തെറ്റുകളാണെങ്കിലാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, തെറ്റുകളാണെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റും. തെറ്റിദ്ധാരണകൾ ആയപ്പെട്ടവരോട് അത് നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റില്ല. അത് കാലം തെളിയിക്കണം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ കാണുന്നതോ ഈ കേൾക്കുന്നതോ ഒന്നും നമ്മളെ പറ്റിയുള്ളതൊക്കെ തെറ്റിദ്ധാരണകളാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ താണ് വീണ് എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും അത് കാലം തെളിയിച്ച് അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് അന്ന് നമ്മളെ ഒറ്റപ്പെടുത്തിയത് വെറുതെയായി, നമ്മളൊരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ടും അവരെ നമ്മൾ തെറ്റിദ്ധരിച്ചില്ലേ എന്നൊക്കെ വിചാരിക്കുക. ഇന്ന് റീനേനെ അത് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം, അന്ന് ഇത്രയും വർഷം അവർ ഒറ്റപ്പെട്ടില്ലേ? അവിടെ എത്ര പേര് അവരെ മോശക്കാരിയായിട്ട് അകത്തി നിർത്തിയിട്ടുണ്ടാവും, എന്തൊക്കെ റൂമറുകൾ അവരെ പറ്റി കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവും. വിഷമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റീനയ്ക്ക് ഉണ്ടായ അനുഭവം ഇനി വേറെ ആർക്കും ഇല്ലാതിരിക്കട്ടെ. നമ്മുടെ റോഡുകളിലെല്ലാം ആക്സിഡന്റുകൾ എപ്പോഴും സംഭവിക്കുന്നതാണ്. ഓരോരുത്തരുടെ ജീവന് വിലയുണ്ടെന്ന് കരുതി ആരെങ്കിലുമൊക്കെ പോയി രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, റോഡുകളിൽ ചോര വാർന്നൊലിച്ച് ആരും മരിച്ചു പോകാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം നിയമപാലകരിൽ നിന്ന് ഇല്ലാതിരിക്കുക, പകരം അവർക്ക് സപ്പോർട്ട് നൽകുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടോക്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു ടോക്കായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താടിയും പൊട്ടും ടോക്സ്. ബൈ.